പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവവചന സന്ദേശം കഴിയുന്നിടത്തോളം എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ ആരും അറിയാതെ പോകരുത്. അതിനുവേണ്ടിയാണ് ദൈവം ഈ അന്ത്യകാലത്ത് എല്ലാ തരത്തിലുള്ള ആളുകളെ കൊണ്ടും സുവിശേഷം പറയിപ്പിക്കുന്നത്. പ്രായമായവരെ കൊണ്ടും, വിദ്യാഭ്യാസം കുറഞ്ഞവരെ കൊണ്ടും, വിദ്യാഭ്യാസം ഉള്ളവരെ കൊണ്ടും, കൃഷിക്കാരെ കൊണ്ടും, അങ്ങനെ വിവിധ തലത്തിലുള്ള ആളുകളെ കൊണ്ട് സുവിശേഷം അറിയുകയാണ്. ഇപ്പോൾ ഈ സംസാരിക്കുന്ന സുവിശേഷം വളരെ ലളിതമാണ്, എല്ലാവർക്കും മനസ്സിലാകും, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും മനസ്സിലാകും. അതുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് ഈ വചനം കേട്ട് അനുസരിച്ച് മുന്നേറാം. നമുക്ക് പിതാവായ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന, നമ്മുടെ രക്ഷിതാവായി കർത്താവായി നമ്മുടെ ഇടയിലേക്ക് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അനുസരിച്ച് അനുഗമിച്ച് കർത്താവിന് പിതാവായ ദൈവത്തിന് പ്രസാദമുള്ള മക്കളായി ജീവിക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യവും ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുത്തനെ സ്നേഹിക്കുകയും മറ്റവനെ പകയ്ക്കുകയും ചെയ്യും, വെറുക്കുന്ന. അല്ലെങ്കിൽ ഒരുത്തനെ ബഹുമാനിക്കുകയും ഒരുത്തനെ നിന്ദിക്കുകയും ചെയ്യും. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കില്ല. ഒരു ശുശ്രൂഷകനും 2 യജമാനന്മാരെ സേവിക്കാൻ സാധ്യമല്ല എന്ന് നമ്മുടെ കർത്താവ് വ്യക്തമായി പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ പണത്തെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. പണത്തിന് നമ്മളൊരു യജമാനൻ്റെ സ്ഥാനമാണ് കൊടുക്കുന്നതെങ്കിൽ അവർ ദൈവം ഇല്ലാത്തവരാണ്. എങ്ങനെയെങ്കിലും ഇന്നത്തെ ലോകത്തിലെ മനുഷ്യൻ്റെ ജീവിതം കണ്ടാൽ മനസ്സിലാകും, അവരുടെ സമ്പൂർണമായ വിശ്വാസം ആശ്രയമൊക്കെ പണത്തിലർപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും കാശുള്ളവരുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നും കാശ് കുറഞ്ഞവരുടെ ജീവിതം കഷ്ടത്തിലാണെന്നും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജീവിക്കാൻ ആവശ്യമായ ബാങ്ക് ബാലൻസും നല്ല വീടും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നല്ല ഉയർന്ന ശമ്പളമുള്ള ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ജീവിതം ഭദ്രമാണെന്ന് വിചാരിക്കുകയും അതിനെ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നവർക്ക് ദൈവം ഇല്ല എന്ന് ധൈര്യമായിട്ട് പറയാം. അതുകൊണ്ട് നമുക്ക് ദൈവം ഒന്നെങ്കിൽ ദൈവം, അല്ലെങ്കിൽ സമ്പത്ത് വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ദൈവത്തെ അനുസരിച്ച് നടക്കുന്നവർക്ക് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ അനുഗമിക്കുന്നതാണ്. നമ്മൾ അതിൻ്റെ പുറകെ അല്ല പോകേണ്ടത്. നമ്മൾ അനുഗമിക്കേണ്ടത് ദൈവത്തെ അനുഗമിക്കണം, അത് യേശുക്രിസ്തുവിനെ അനുഗമിക്കണം. സമ്പത്തിനെ അനുഗമിക്കരുത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണമെന്നും ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നും ഇന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ കഴിയുന്നതല്ല എന്നും ദ്രവ്യാഗ്രഹം ഇല്ലാതിരിക്കണമെന്നും ധനവാനാകാൻ ആഗ്രഹിക്കുന്നതിന് ശിക്ഷ വരുമെന്നും ഒക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട് മക്കളെ. അതുകൊണ്ട് സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള തോന്നൽ വരത്തക്ക വിധം ആരും ജീവിക്കരുതേ. ദൈവത്തെ ശ്രദ്ധിച്ച് നമുക്ക് ജീവിക്കാം. നമുക്കെല്ലാവർക്കും ഭൂമിയിൽ ഒരധികാരിയുണ്ട്. എല്ലാവർക്കും ഒറ്റ അധികാരിയുള്ളൂ. നമുക്കറിയാം, ഒരധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കണം. ദൈവത്തിനും മാമോനും ഒരുമിച്ച് പറ്റുകയില്ല എന്ന് പറഞ്ഞതുപോലെ കുടുംബത്തിൽ ഒരധികാരിയേ ഉള്ളൂ. ഒരപ്പന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഭാര്യ, മക്കൾ, കുടുംബത്തിന് ഒരധികാരി. ഒരു അധികാരി അല്ലാതെ ആ കുടുംബത്തിൻ്റെ മേൽ 2 അധികാരികളില്ല. പരസ്പരം ദൈവം നിയമിച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്കനുസരിച്ച് പരസ്പരം വിധേയപ്പെട്ട് ജീവിക്കുന്ന, അനുസരിക്കുന്ന, ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഭാര്യ,
അതുപോലെ മാതാപിതാക്കന്മാരെ അനുസരിച്ച് ബഹുമാനിച്ച് ദൈവത്തിൽ ജീവിക്കുന്ന മക്കൾ, അങ്ങനെ ദൈവത്തോടു കൂടി ദൈവത്തിന് പ്രസാദമുള്ള ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നു. അതുപോലെ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പുരുഷനാണ്, ഭർത്താവായിരിക്കുന്ന ഒരാളാണ് അവളെ കരുതുന്നത്. ബാല്യകാലത്ത് പിതാവിൻ്റെ സംരക്ഷണത്തിലും അതിനുശേഷം വിവാഹം കഴിച്ചു കഴിയുമ്പോൾ സ്നേഹിക്കാനും കരുതാനും അനുസരിക്കാനും അനുഗമിക്കാനും ഒറ്റ അധികാരിയേ ഉള്ളൂ. അതിന് കീഴ്പ്പെട്ടിരിക്കണമെന്ന് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരേ സമയം പലരെ ബഹുമാനിക്കാനും അനുസരിക്കാനും വ്യവസ്ഥയില്ല. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് പോലും ഒരധികാരിയേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുണ്ടല്ലോ, ഒരധികാരത്തിന് കീഴിലാണ്. ആരെങ്കിലും ഒന്നിൽ കൂടുതൽ യജമാനുള്ളതായിട്ട് യജമാനന് ഒരു മൃഗത്തിനുമില്ല, ഒരു ജീവജാലത്തിനുമില്ല. ഒരു യജമാനൻ്റെ അധികാരം വിട്ടു പോയി കഴിഞ്ഞാൽ വല്ല പറമ്പിലുമൊക്കെ പോയി വല്ലവരുടെയൊക്കെ ഏറ് മേടിക്കാനും തല്ലുകൊള്ളാനും ആരെങ്കിലും പിടിച്ചു പോകാനൊക്കെ കാരണമാകും. അതുപോലെ തന്നെ അധികാരം എല്ലാവർക്കും ഒരാൾ മാത്രമേ ഉള്ളൂ. ഭൂമിയിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വന്ന ഈ ഒരൊറ്റ ഇടയൻ വേറെ ആരെ അനുഗമിക്കാനായിട്ട് ദൈവവചനം ആഹ്വാനം ചെയ്യുന്നില്ല. ഞാൻ നല്ല ഇടയനാണ്, എൻ്റെ ആടുകളെ ഞാൻ പേര് ചൊല്ലി വിളിക്കുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കുന്നു. ഈ ഇടയനാകുന്ന ഇടയൻ ആടുകൾക്ക് മുമ്പേ നടക്കുന്നു. അവരന്യൻ്റെ ശബ്ദം അറിയാത്തത് കൊണ്ട് അവനെ വിട്ട് മാറിപ്പോകുന്നു. വേറെ ആരും അനുഗമിക്കുന്നില്ല. ഒരു ഉടയവനേ ഉള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, പിതാവായ ദൈവം മനുഷ്യവർഗത്തിൻ്റെ രക്ഷിതാവായിട്ട് കർത്താവായിട്ട് പിതാവ് അയച്ചതാണ്. പിതാവ് ആദ്യമായി ജനിപ്പിച്ച പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് അനുഗമിക്കാം. പിതാവായ ദൈവത്തിന് നമ്മോട് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും യേശുക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പ്രിയരെ, ആ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ആദ്യ പിതാക്കന്മാരായ ആദാമും ഹവ്വായും പാപം ചെയ്തു. ദൈവത്തിൻ്റെ കൂട്ടായ്മ വിട്ട് സർപ്പവുമായിട്ടൊരു കൂട്ടായ്മ നടത്തി. അത് ദൈവമായുള്ള ബന്ധം നഷ്ടമാകാൻ കാരണമായി തീർന്നു. അത് വലിയ ദുരന്തത്തിന് കാരണമായി. ദൈവത്തെ മാത്രം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യരില്ല. മനുഷ്യരെന്ന് മാത്രമല്ല, സകല സൃഷ്ടികളും അതെ. സകല സൃഷ്ടികളും ഏക ദൈവത്തെ മാത്രം അനുസരിച്ച് ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നാൽ ആദിപിതാക്കന്മാർ തെറ്റ് ചെയ്തതോടുകൂടി തെറ്റിപ്പോയ ആടുകളെപ്പോലെ ആയിത്തീർന്നു. ഓരോരുത്തരും താന്താങ്ങൾക്ക് ബോധിച്ച വഴിയിലായിപ്പോയി. യശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ 6-ാം വാക്യം പറയുന്നതാണ്. അങ്ങനെ താന്താങ്ങൾക്ക് പോയി ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ ആയിത്തീർന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമ്മുടെ ഇടയിലേക്ക് അയച്ചു. ഏകരക്ഷിതാവായി കർത്താവായി അയച്ചു. ആ യേശുക്രിസ്തുവിനെ അനുഗമിച്ച് നമ്മൾ ചെന്നെത്തുന്നത് എവിടെയാണെന്നറിയാമോ? സകലത്തിനും ഉടയവനായ സർവശക്തനായ ഏക സത്യദൈവത്തിങ്കിലേക്കാണ്. ഒരധികാരിയേ ഉള്ളൂ. സ്വർഗത്തിലും ഭൂമിയിലും ഒക്കെ എല്ലാത്തിനും ഒരധികാരത്തിന് കീഴിലാണ് ദൈവം സകലതും ക്രമീകരിച്ചിരിക്കുന്നത്. കുടുംബത്തിൻ്റെ വ്യവസ്ഥയാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും എത്ര വലിയൊരു സൈന്യമാണെങ്കിലും അവരെ നടത്തുന്ന ഒരാളാണ്. ഒന്നിൽ കൂടുതൽ അധികാരം ഇല്ല പ്രിയപ്പെട്ടവർ, ആർക്കുമില്ല, ഒന്നിനുമില്ല, ഒരു കാര്യത്തിനുമില്ല. കാട്ടിൽ ജീവിക്കുന്ന ജീവികളാണ് പോലും സകലതിനും ഒറ്റ അധികാരം. ദൈവത്തിൻ്റെ വ്യവസ്ഥ വിട്ട് നമ്മൾ തെറ്റിപ്പോയാൽ വലിയ ദുരന്തം അനുഭവിക്കും. മാത്രമല്ല, നമ്മൾ ആരെ സ്നേഹിക്കുന്നോ ആരെ അനുഗമിക്കുന്നോ അവനാണ് ആ വ്യക്തിയുടെ
ഭരണം നടത്താനുള്ള അധികാരം ആ വ്യക്തി ചേരുന്നിടത്ത് അവനെ അനുഗമിക്കുന്നതിന് ചെന്ന് ചേരുമെന്ന് ഓർക്കുക. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അല്ലാതെ വേറെ ആരെയും അനുഗമിക്കരുത്. കർത്താവിന് പകരം അല്ലെങ്കിൽ കർത്താവ് വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് പകരം വേറെ ഏതെങ്കിലും വഴിക്ക് തിരിഞ്ഞു പോയാൽ മനുഷ്യൻ തെറ്റിപ്പോകും. ദൈവത്തിൻ്റെ ക്രമം വിട്ട് നടക്കുന്ന എല്ലാവർക്കും ഇതേക്കുറിച്ച് പറയുന്നത് എന്നറിയാമോ? ക്രമം വിട്ട് നടക്കുന്നവർ അവരുടെ ദൈവത്തിന് ഉത്തരവാദിത്വമില്ല. അവരെ പിടിച്ച് അടിമകളാക്കി നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകാൻ സാത്താൻ അവൻ്റെ വലിയ സൈന്യവും ഈ ലോകത്തിൽ വലിയ തന്ത്രങ്ങളൊക്കെ മെലിഞ്ഞ് ഉണ്ട് എന്ന് ഓർക്കുക. അതുകൊണ്ട് തീരുമാനമെടുക്കുക. ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി തങ്ങളുടെ മേൽ ദൈവം അധികാരപ്പെടുത്തിയിരിക്കുന്ന അധികാരത്തിന് കീഴ്പ്പെട്ട് തന്നെ ഞങ്ങൾ ജീവിക്കും. ആ വ്യവസ്ഥ വിട്ട് ആണുവേണം മാറുകയാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരും ധാരാളമായി അനുഗ്രഹിക്കും.